നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നമ്മെ മൃഗപദവിയിൽ നിന്നും ഉയർത്തി മനുഷ്യ പദവിയിൽ നിലനിർത്തുന്നതിൽ ധർമ്മത്തിന് പ്രധാന പങ്കുണ്ട്. ധാരണാധർമ്മ എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ നിലനിൽപ്പിനും മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കും വേണ്ടി നാം എല്ലാം ധരിക്കേണ്ടുന്ന മൂല്യങ്ങളുടെ ആകെത്തുകയ്ക്ക് ധർമ്മമെന്ന് പറയാം. അതുപോലെ തന്നെ ധ്രിയതേ അന്യേന ഇതി ധർമ്മ എന്ന് പറയുന്നുണ്ട്. വ്യത്യസ്ത ഗുണഘടനകളോടും സ്വഭാവവിശേഷങ്ങളോടും കൂടിയ നാം ഒക്കെയും ഏതൊന്നിനാലാണോ ഒന്നായി ഒരു സമൂഹമായി നിലനിർത്തപ്പെടുന്നത് അതാകുന്നു ധർമ്മം. ധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദമാകുന്നു. വേദോ അഖിലോ ധർമ്മമൂലം എന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത്. വേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധർമ്മമാകുന്നു വൈദിക ധർമ്മം. ഒരിക്കലും നശിക്കാത്തതായതിനാൽ ഇതിനെ തന്നെ സനാതനധർമ്മം എന്നും പറയുന്നു. ഈ സനാതനധർമ്മം തന്നെയാണ് ഹിന്ദുധർമ്മം. ഇനി നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. യാവജ്ജീവോ നിവസതി ദേഹേ കുശലം താവത് പൃച്ഛതി ഗേഹേ. യാവജ്ജീവോ നിവസതി ദേഹേ കുശലം താവത് പൃച്ഛതി ഗേഹേ. ഗതവതി വായൗ ദേഹാപായേ ഗതവതി വായൗ ദേഹാപായേ. ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സുഖതഃ ക്രിയത്തെ രാമഭോഗഃ പശ്ചാത്തന്ത ശരീരേ രോഗഃ. സുഖതഃ ക്രിയത്തെ രാമഭോഗഃ പശ്ചാത്തന്ത ശരീരേ രോഗഃ. യദ്യപി ലോകേ മരണം ശരണം യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ജതി പാപാചരണം
तदपि न मुञ्जति पापाचरणं भज गोविन्दं भज गोविन्दं गोविन्दं भज മൂഢമതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. എത്ര കാലം വരെ ദേഹത്തിൽ ജീവൻ ഉണ്ടായിരിക്കുന്നുവോ അത്രയും കാലം എല്ലാവരും കുശലം ചോദിക്കുന്നു. എന്നാൽ ദേഹത്തിൽ നിന്ന് വായു വിട്ടു പോയാൽ ശവത്തെ എല്ലാവർക്കും ഭയവും അറപ്പുമാണ്. അപ്പോൾ ദേഹാതീതമായ എന്തോ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹബന്ധങ്ങൾ. എന്നിട്ടും മനുഷ്യൻ ഇത് തിരിച്ചറിയാതെ വെറും ദേഹബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. ഈ ഉപദേശമടങ്ങിയ മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദം 2ാം ഭാഗത്തിലെ 14ാം ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഭജഗോവിന്ദമെന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ 2ാം ഭാഗത്ത് നമ്മൾ 14 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. 15ാം ശ്ലോകം യാവജ്ജീവോ നിവസതി ദേഹേ കുശലം താവത് പൃച്ഛതി ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ. യാവജ്ജീവോ നിവസതി ദേഹേ കുശലം താവത് പൃച്ഛതി ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ. ഇവിടെ യാവജ്ജീവോ നിവസതി ദേഹേ എന്നുള്ളതിന് യാവത് പവനോ നിവസതി ദേഹേ എന്നും പാഠമുണ്ട്. അതുപോലെ കുശലം താവത് പൃച്ഛതി ഗേഹേ എന്നുള്ളിടത്ത് താവത് പൃച്ഛതി കുശലം ഗേഹേ എന്ന് പാഠമുണ്ട്. അങ്ങനെ പാഠഭേദങ്ങൾ കാണുന്നുണ്ട്. യാവത് ജീവഹ നിവസതി ദേഹേ, എത്ര കാലം വരെ ജീവൻ ശരീരത്തിൽ താമസിക്കുന്നുവോ, എത്ര കാലം വരെ നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ടോ. ഇനി പാഠഭേദമനുസരിച്ച് യാവത് പവനോ നിവസതി ദേഹേ, എത്ര കാലം വരെ വായു പ്രാണൻ ശരീരത്തിലുണ്ടോ, പ്രാണൻ നിലനിൽക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം താവത് അത്രയും കാലം കുശലം പൃച്ഛതി ഗേഹേ, വീട്ടിലെല്ലാവരും നമ്മളോട് കുശലമൊക്കെ ചോദിച്ചെന്ന് വരും. സുഖമല്ലേ, എന്താണ് എന്നൊക്കെ കുശലം ചോദിക്കും എല്ലാവരും. ഇത് ലളിതമാണ്, എല്ലാവർക്കും മനസ്സിലാക്കാം. ജീവനുള്ള കാലം വരെ എല്ലാ വ്യവഹാരങ്ങളും ഉണ്ടാവും. അനന്തരം ഗതവതി വായൗ, വായു പോയി കഴിഞ്ഞാൽ, കാറ്റ് പോയാൽ, മരിച്ചു പോയാൽ എന്നർത്ഥം. എപ്പോൾ ദേഹാപായേ, ദേഹത്തിന് അപായം സംഭവിക്കുമ്പോൾ. ഇപ്പോൾ ശരീരഗതമായ പ്രാരബ്ധം നശിക്കുമ്പോൾ ഏതെങ്കിലും പ്രകാരത്തിൽ ദേഹത്തിന് അപായം വരണം. ഏതെങ്കിലും പ്രകാരത്തിൽ വൃദ്ധഗ്രസ്തമായി വാർദ്ധക്യഗ്രസ്തമായിട്ട് നാനാവിധ രോഗങ്ങളാലോ മറ്റോ ആവാം. ഇനി രോഗം വന്നില്ലെങ്കിൽ തന്നെയും ആവാം. ബാഹ്യമായി അറിയപ്പെടാത്ത എന്തെങ്കിലും ആന്തരിക രോഗങ്ങളാലാവാം, അല്ലെങ്കിൽ വല്ല അപകടങ്ങളാലാവാം. നമുക്ക് പറയാൻ വയ്യ എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയെങ്കിലും ശരീരം ശാന്തമായേ മതിയാവും. കാരണം ജനിച്ചവർക്കൊക്കെ മരണം സുനിശ്ചിതമാണ്. എപ്പോഴാണ് മരണം, എന്നാണ് മരണമെന്ന് അറിയില്ലെന്ന് മാത്രം. മരണം സുനിശ്ചിതമാണ്. അങ്ങനെ ദേഹാപായത്തിൽ വായൗ ഗതവതി, വായു പോയി കഴിഞ്ഞാൽ, പ്രാണൻ പോയി കഴിഞ്ഞാൽ, ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ, തസ്മിൻ കായേ അതേ ശരീരത്തിൽ ഭാര്യ ബിഭ്യതി. ബിഭ്യതി എന്നുള്ളത് ബഹുവചനമാണ്. അതുകൊണ്ട് നമുക്ക് ഭാര്യമാർ ഭയപ്പെടുന്നു എന്നർത്ഥമെടുക്കണം. ഭാര്യമാർ പോലും. അപ്പം ഭാര്യമാർ എന്നിവിടെ പറഞ്ഞത് ശ്രദ്ധേയമാണ്. കാരണം പതി പത്നി എന്നുള്ളതായ ദമ്പതി ബന്ധത്തിൽ അവർ ശരീരം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്, ശരീരത്തിൽ ആരമിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിൽ ആരമിക്കുകയും ശരീരം പങ്കുവയ്ക്കുകയും ചെയ്തവരാണെങ്കിൽ പോലും പ്രാണൻ പോയി കഴിഞ്ഞാൽ ഭയപ്പെട്ടു. ബിഭ്യതി, ഭയപ്പെടുന്നു.
പിന്നെ പേടിയാണ് ആ ശരീരത്തെ, തീർത്തും പേടിയാണ്. ആ ശരീരമായിരുന്നു അല്പം മുമ്പ് തന്നോട് കൂടെ ഉണ്ടായിരുന്നത്, അല്പം മുമ്പ് തന്നെ രമിപ്പിച്ചിരുന്നത്, അഥവാ താൻ രമിപ്പിച്ചത്. അത്ര സംബന്ധയുക്തമാണെങ്കിൽ തന്നെയും പ്രാണൻ പോയി കഴിഞ്ഞാൽ, ജീവൻ പോയി കഴിഞ്ഞാൽ ആ ശരീരം പിന്നെ ഭയഹേതുവാണ്. ഇതൊരു വസ്തുതയാണ്. അപ്പം അവിടെ ശരീരഭിന്നമായിട്ട് ജീവൻ എന്ത്, ആരാണ് ഞാൻ, എന്താണ് ശരീരത്തിന് ചേതസ്സിന് നൽകുന്നത്, ചൈതന്യയുക്തമായി ഈ ശരീരത്തെ നിലനിർത്തുന്നത് ആരാണ്? അതല്ലേ ഞാൻ. എൻ്റെ ഉപാധിയാകുന്ന ശരീരത്തിൻ്റെ നാശത്തിൽ ഭാര്യയ്ക്ക് പോലും ഭയമാണെന്ന് പറയുമ്പോൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ശരീരവിലക്ഷണമായിരിക്കുന്ന ആത്മസ്വരൂപത്തെക്കുറിച്ച് വിചാരം ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം എന്ന് മനസ്സിലാക്കണം. നോക്കൂ, യാവജ്ജീവോ നിവസതി ദേഹേ കുശലം താവത് പൃച്ഛതി ഗേഹേ ഗതവതി വായൗ ദേഹാപായേ ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ. അങ്ങനെ ജീവൻ ശരീരത്തിൽ നിവസിക്കുന്ന കാലത്തോളം എല്ലാവരും കുശലം പറയുമെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നയിക്കുന്നത് നമ്മൾ ജീവിതത്തെ, എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് നേരത്തെ പറഞ്ഞു. ഗേയം ഗീതാനാമസഹസ്രം, ധേയം ശ്രീപതിരൂപമജസ്രം, നേയം സജ്ജന സങ്കേചിത്തം, ദേയം ദീനജനായ ച വിത്തം എന്നൊക്കെ പറഞ്ഞു. ശരി, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. പക്ഷേ എങ്ങനെയാണ് നയിക്കുന്നത് പറയുകയാണ്. സുഖത ക്രിയത്തെ രാമാഭോഗഃ പശ്ചാദ്ധന്ത ശരീരേ രോഗഃ യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ചതി പാപാചരണം. സുഖതഃ ക്രിയത്തെ രാമാഭോഗഃ പശ്ചാദ്ധന്ത ശരീരേ രോഗഃ യദ്യപി ലോകേ മരണം ശരണം തദപി ന മുഞ്ചതി പാപാചരണം. സുഖതഃ ക്രിയത്തെ രാമാഭോഗഃ, സുഖമായിട്ട് രാമാഭോഗങ്ങളെ ചെയ്യുന്നു. സുഖത്തിൽ നിന്ന് അഥവാ സുഖ താല്പര്യം കൊണ്ട്, സുഖത്തിനായിക്കൊണ്ട് രാമാഭോഗങ്ങളെ ചെയ്യുന്നു. രാമ എന്ന് പറഞ്ഞാൽ രമയതി, രമിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. രമിപ്പിക്കുന്നവൾ, സ്ത്രീകൾ. രമിപ്പിക്കുന്നവൻ രാമൻ, രമിപ്പിക്കുന്നവൾ രാമ. അപ്പം രാമകളുമായുള്ള ഭോഗങ്ങൾ, തന്നെ രമിപ്പിക്കുന്ന കാമകലകളിൽ അല്ലെങ്കിൽ കാമചേഷ്ടകളിൽ അറിവുള്ളവരായ സ്ത്രീകൾ, കാമശാസ്ത്രജ്ഞാനത്തോടു കൂടിയ സ്ത്രീകൾ, അങ്ങനെയുള്ളവരാണ് രാമകൾ. അങ്ങനെ രാമകളുമായിട്ട് ഭോഗം ചെയ്യുന്നു, സുഖമായിട്ട് സുഖഹേതുവായിട്ട് ഭോഗങ്ങളെ ചെയ്ത് കാലം കഴിയുന്നു, ഭോഗാസക്തനായി കഴിയുന്നു എന്നർത്ഥം. അങ്ങനെ ഭോഗാസക്തനായി കഴിയുമ്പോഴോ പശ്ചാത് പിന്നീട് ഹന്ത, അതിശയം തന്നെ, ശരീരേ രോഗഃ, ശരീരം രോഗഗ്രസ്തമാകുന്നു. യതിപ്പോൾ ആരാ ശരണം? മരണം മാത്രമാണ് ഇനി ശരണം. എന്നാലും പാപാചരണം ഒട്ട് ഒഴിവാക്കുന്നുമില്ല. ഇതാണ് പറയുന്നത്. ഈ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി ചിന്തിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. ഇനി സനാതനധർമ്മം. ആധ്യാത്മികതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ത്രിപുടി. ത്രിപുടി പരിപൂർണമായും അകന്നുപോയി എന്ന പരബ്രഹ്മ സ്വരൂപത്തിൽ ലയിക്കുമെന്ന് ഒരു സാധകൻ ദേവിയോട് അപേക്ഷിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനി നവരത്ന മഞ്ജരി എന്ന കൃതിയുടെ പ്രതിപാദ്യം. സാധകൻ്റെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവരണമാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി സാന്ദ്രാനന്ദ വിവരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു ദേവീ സ്തുതി മാത്രമാണ് എന്നാണ്. എന്നാൽ ആ കൃതിയിലൂടെ നമ്മൾ സൂക്ഷ്മമായി സഞ്ചരിക്കുമ്പോൾ, മുൻവിധികളില്ലാതെ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ശുദ്ധമായ
ബ്രഹ്മവിദ്യ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ്. അവിടെ ഒരു സാധകൻ, ഒരു അന്വേഷകൻ്റെ ചില ചോദ്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ ഒരു സാധകൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മുമുക്ഷു ചോദിക്കുകയാണ്, ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുംപടി കലർന്ന് ആറിടുന്നു ജനനി. ഈ ചിന്നാഭിയിൽ, നാഭി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ്, കേന്ദ്രബിന്ദുവാണ്. ഇവിടെ ചിന്നാഭി, ചിത്ത് ചൈതന്യമാണ്, പരബ്രഹ്മ സ്വരൂപമാണ്. എല്ലാത്തിനും കേന്ദ്രമായിരിക്കുന്ന ഈ നാഭിയിൽ എന്നാണ് ഈ ത്രിപുടി അറിയുന്നത്. ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്, ഇതാണ് ത്രിപുടി. വേദാന്തത്തിൽ വളരെ പ്രസിദ്ധമായ ഒന്നാണ്. ഒന്നിനെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഇതാവശ്യമാണ്. ഈ ത്രിപുടി എന്നാണ് പരിപൂർണമായി അറിയുന്നത്, ഇല്ലാതായി പോകുന്നത്. അപ്പോൾ മാത്രമാണ് ഈ പരബ്രഹ്മ സ്വരൂപത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ സ്വരൂപം അതാണ് എന്നറിഞ്ഞ് നമുക്ക് ലയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് എന്ന് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം വളരെ ലളിതമാണെന്ന് തോന്നുമ്പോഴും അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അത്രമാത്രം നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ വിശകലനം ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു കാഠിന്യം, ഇതിൻ്റെ ഒരു ഭയാനകത തിരിച്ചറിയാൻ പറ്റുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ചിന്താരഹിതമായ ജീവിതത്തിൽ ഇതിന് പ്രസക്തി ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് ഭൗതികമായിട്ടുള്ള ചിന്തകളിലാണ് താല്പര്യം, മറ്റുള്ളതെല്ലാം ഇല്ല എന്നുള്ള സങ്കല്പവുമാണ്. തീർച്ചയായും അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മഹർഷിമാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. ആരാണോ ആത്യന്തികമായി ഈ സംസാര ദുഃഖത്തിൽ നിന്ന് നിവൃത്തി നേടുവാൻ വേണ്ടി പുറപ്പെടുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ്. അത് കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഉപരിപ്ലവമായ രീതിയിൽ നടന്ന് നമ്മുടെ സമയം കഴിച്ച് പോകും. അതൊരു തീരാ നഷ്ടമാണ് എന്നുകൂടി മഹർഷിമാർ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ത്രിപുടിയെ നമുക്ക് ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. ഇത് എന്നാണ് എനിക്ക് സാധിക്കുന്നത് എന്ന് ജഗജ്ജനനിയായ അമ്മയോട് ചോദിക്കുകയാണ്. അമ്മ എല്ലാം കൊടുക്കുന്നവളാണ്. ജ്ഞാനവും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള സുഖദുഃഖങ്ങളും എല്ലാം ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ശാരദാ ദേവിയെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു പൂജാവിധാനം ഗുരു പറഞ്ഞിട്ടില്ല. താന്ത്രിക രീതിയിലുള്ള പ്രതിഷ്ഠയുമല്ല, മറിച്ച് അവിടെ ജ്ഞാനത്തിനാണ് പ്രാധാന്യം. ഗുരു പറഞ്ഞു, അവിടെ പ്രാർത്ഥിച്ചാൽ മതി, ശാരദയ്ക്ക് വേറെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ശിവഗിരി മഠത്തിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം, അതിനു ചുറ്റും വെള്ളമണൽ വിരിച്ചിരിക്കുകയാണ്. ശ്രീകോവിലിനകത്ത് വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള തടിയിൽ പണിത ഒന്നേ കാണാൻ പറ്റും. ചുറ്റും കണ്ണാടികൾ, വിവിധ നിറങ്ങളോടുകൂടിയ ജനലുകൾ കൊടുത്തുകൊണ്ടാണ് നൂതനമായ ഒരു ക്ഷേത്ര സങ്കല്പം ഗുരു കൊടുത്തിരിക്കുന്നത്. ഈ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ശാരദയുടെ കയ്യിൽ പുസ്തകം, അതേപോലെ തന്നെ ഒരു കിളി, അമൃതകുംഭം, അതേപോലെ വരദം, കൈ എപ്പോഴും വരദാനങ്ങൾ കൊടുക്കുന്ന, ഇങ്ങനെ 4 കൈയോട് കൂടിയതാണ്. ആ ദേവിയുടെ കയ്യിൽ അമൃതകുംഭം എന്ന് പറയുന്നത് ശരിക്കും ഈ നമ്മളുടെ ആത്മസാക്ഷാത്കാരത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ആത്യന്തികമായിട്ടുള്ള സുഖ സ്വരൂപമാണ്. അങ്ങനെ അവിടെ ബാഹ്യമായിട്ടുള്ള ഒരു കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ദേവതയെ അല്ല ഗുരു പ്രതിഷ്ഠിച്ചത്, മറിച്ച് ഈ കാലത്തെ എല്ലാം
വിഴുങ്ങി നിൽക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപത്തെയാണ്. അങ്ങനെ ഉള്ള ആ ഒരു ശാരദയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശുദ്ധമായ ബ്രഹ്മവിദ്യ ഗുരു ജന്നി നവരത്ന മഞ്ജരിയിലൂടെ ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും സാധാരണ ഒരു ദേവതാ സങ്കല്പത്തിൽ നിന്ന് കാലദേശാധിവർത്തിയായ ആ ഒരു ചൈതന്യത്തിലേക്ക്, ആ പരബ്രഹ്മ സ്വരൂപത്തിലേക്ക് നമ്മൾക്കും എത്തിച്ചേരുവാനായിട്ട് സാഹചര്യം ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये व्यासं वसिष्ठनप्तारं शक्तेः पौत्रमकल्मषं पराशरात्मजं वन्दे शुकतातं तपोनिधिं व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपरूपाय विष्णवे सर्वजिष्णवे